കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഉദ്ധവഗീതയിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന സർവത്ര സമദർശനത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ അറിയാം. തന്നിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയതര വസ്തുക്കളെ മുഴുവൻ മിഥ്യാഭൂതങ്ങളെന്ന് ബോധിച്ച് തള്ളിക്കളഞ്ഞ ആത്മസ്വരൂപേണ സ്ഥിതി ചെയ്യുക എന്നീ രൂപത്തിൽ അവിടുന്ന് ഉപദേശിച്ച ആ യോഗം നമ്മുടെ മനസ്സിനെ നല്ലപോലെ സ്വാധീനമാക്കിയിട്ടുള്ളവർക്കല്ലാതെ അനുഷ്ഠിക്കുവാൻ പ്രയാസമാണ്. എങ്ങനെയായാലാണ് ഈ പ്രസ്തുത യോഗം എളുപ്പത്തിൽ പ്രായോഗികമായി തീരുന്നത്? അതിനുള്ള ആ ഒരു മാർഗം കൂടി പറഞ്ഞു തരുവാൻ ദയ ഉണ്ടാവണേ എന്ന് ഉദ്ധവർ ഭഗവാനോടായി പറയുന്നു. മനസ്സിനെ അടക്കുവാൻ ശ്രമിക്കുന്ന യോഗികൾ പലപ്പോഴും വേണ്ടത്ര വിജയം കൈവരിക്കുവാൻ കഴിയാത്തതിനാൽ ക്ലേശിക്കുന്നവരായി കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വിവേകികൾ ആനന്ദത്തെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ തൃപാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നത്. അങ്ങനെ ഈശ്വര ശരണാഗതി അടയുന്നവരെ മായ ബാധിക്കുകയില്ല. ഞാൻ യോഗി ശ്രേഷ്ഠനാണ്, വൈദിക കർമ്മങ്ങളിൽ വിദഗ്ധനാണ് എന്നെല്ലാം അഭിമാനിക്കുന്നവർ മായയ്ക്ക് അടിമപ്പെട്ടു പോകാറുണ്ട്. സകല ജീവജാലങ്ങളുടെയും പരമബന്ധുവായ ഭഗവാനെ മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഈശ്വര ശരണാഗതി അടഞ്ഞുകൊണ്ട് കഴിയുന്ന ദാസന്മാരിൽ ഇവരെൻ്റെ സ്വന്തം ആളുകളാണ് എന്ന അവിടുത്തെ ആ ഒരു മനോഭാവത്തിൽ എന്താശ്ചര്യമാണുള്ളത്. ദേവന്മാർ പോലും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആ പാദാരവിന്ദങ്ങളോട് കൂടിയ അവിടുന്നല്ലേ ശ്രീരാമാവതാരത്തിൽ വെറും പ്രാകൃതന്മാരായ വാനരന്മാരോട് സഖ്യം ചെയ്യുകയും അവരെ സ്വന്തമായി അംഗീകരിക്കുകയും ചെയ്തത്. ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ആ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചനുഗ്രഹിക്കുന്ന അങ്ങയെ അവിടുത്തെ ആ കാരുണ്യത്തെ അറിയുന്ന ഏതൊരുവനാണ് ഉപേക്ഷിക്കുക എന്ന് ഉദ്ധവർ ഭഗവാനോടായി പറയുന്നു. ഐശ്വര്യത്തിനു വേണ്ടി മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നവർക്ക് ആത്മവിസ്മൃതി ദൃഢപ്പെടുകയേയുള്ളൂ. അങ്ങയുടെ ആ പാദരേണുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തരായ ഞങ്ങൾക്ക് എന്തെന്തു ശ്രേയസ്സു തന്നെ ഉണ്ടാവുകയില്ല. പുറമേ ഗുരുനാഥനായി വന്ന് ജ്ഞാനോപദേശം ചെയ്തും അകമേ അന്തര്യാമി സ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടും ജീവന്മാരുടെ അശുഭവാസനകളെ മുഴുവൻ നശിപ്പിച്ച് ആത്മതത്വത്തെ അനുഭവപ്പെടുത്തി തരുന്ന അവിടുത്തെ കാരുണ്യത്തിന് ബ്രഹ്മദേവനെ പോലെ നീണ്ട ആയുസ്സുണ്ടായാൽ പോലും പ്രത്യുപകാരം ചെയ്യുവാൻ സാധിക്കില്ല. പരമഭക്തനായ ഉദ്ധവർ ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി മായാശക്തിയിലൂടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി വിളങ്ങുന്നവനും സർവേശ്വരനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനോഹര മന്ദഹാസത്തോടുകൂടി പറയുവാൻ ആരംഭിച്ചു ഉദ്ധവരോട്. ഉദ്ധവ, ഞാനിനി അങ്ങേക്ക് മംഗളകരമായ ഭാഗവത ധർമ്മങ്ങളെ ഉപദേശിച്ചു തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ അവയെക്കുറിച്ച് പറയുന്നു ഉദ്ധവരോട്. ഇവയെല്ലാം ശ്രദ്ധയോടുകൂടി ആചരിച്ചാൽ മൃത്യുസ്വരൂപമായ സംസാരത്തെ ജയിക്കുവാൻ കഴിയും. എന്താണ് ഈ മൃത്യുസ്വരൂപമായ സംസാരം? സകല കർമ്മങ്ങളും ഈശ്വരപ്രീതിക്കായി തീരണേ എന്ന ഭാവനയോടുകൂടി ചെയ്യുക. മനസ്സിലെ വിചാരങ്ങളും, അതായത് ചിത്തത്തിലെ ഓർമ്മകളും ഭഗവാനായ എന്നെപ്പറ്റി മാത്രമായി തീരണം. അതേപോലെ ഈശ്വര ശരണാഗതിയാകുന്ന ഭാഗവത ധർമ്മത്തിൽ പ്രീതി വളർത്തണം. എൻ്റെ ഭക്തന്മാർ താമസിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളിൽ ചെന്ന് താമസിക്കുക. ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യരിലും ഉണ്ടായിരുന്ന എൻ്റെ ഭക്തജനങ്ങൾ ചെയ്തിരുന്ന സാധനകളെ അനുഷ്ഠിക്കുക. കഴിവുള്ള പക്ഷം സ്വന്തം ചെലവിലും, അതില്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ സഹകരണങ്ങളോടു കൂടിയും വിശേഷ ദിവസങ്ങളിൽ എഴുന്നള്ളിപ്പും ഭജനയും കീർത്തനങ്ങൾ നൃത്തം മുതലായവ കൊണ്ട് ഈശ്വരനാകുന്ന എന്നെ ആരാധിക്കുക. ഈ വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ഭക്തി വളർന്ന് മനസ്സാകാശം പോലെ നിർമ്മലമായി തീരും. അതേപോലെ മനഃശുദ്ധി വന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും അകവും പുറവും നിറഞ്ഞ് അഖണ്ഡമായി വിളങ്ങുന്ന ആത്മതത്വത്തെ, ആ ഭഗവാനെ എപ്പോഴും താനായി ബോധിച്ചു കൊണ്ടിരിക്കുവാൻ സാധിക്കും. ആത്മാവാണ് താനെന്ന ബോധമുറച്ചാൽ ഈ ദൃശ്യങ്ങളുടെയെല്ലാം പ്രതീതി ഇല്ലാതെയാവുകയും ആത്മസ്വരൂപം മാത്രം എപ്പോഴും അനുഭവപ്പെടാനും തുടങ്ങും. തിരമാലകളുടെ ആദിമധ്യാവസാനങ്ങളിലും ഉള്ളിലും പുറമേയും എങ്ങനെ സമുദ്രജലത്തെ മാത്രം കാണാൻ കഴിയുന്നുവോ
അപ്രകാരം എല്ലാ ജീവജാലങ്ങളെയും എപ്പോഴും പരമാത്മസ്വരൂപേണ കാണാറായിത്തീരൽ തന്നെയാണ് ശരിയായ ജ്ഞാനം. അങ്ങനെയുള്ള ജ്ഞാനി ബ്രാഹ്മണനിലും ചണ്ടാളനിലും കള്ളനിലും ബ്രാഹ്മണഭക്തനിലും സൂര്യനിലും തീപ്പൊരിയിലും ശാന്തനിലും ക്രൂരനിലും ആഭരണങ്ങളിൽ സ്വർണത്തെ എന്ന പോലെ സദാസമയവും ബ്രഹ്മത്തെ മാത്രം കാണുന്ന സമദർശിയായിരിക്കും. മനുഷ്യരിൽ വീണ്ടും വീണ്ടും പരമാത്മഭാവത്തെ ഭാവന ചെയ്തുറപ്പിക്കുവാൻ കഴിഞ്ഞാൽ തന്നേക്കാൾ വലിയവരോട് അസൂയ, തുല്യരോട് മത്സരം, താണവരോട് തോന്നുന്ന നിന്ദ എന്നിവയും അഹങ്കാരവും വളരെ വേഗത്തിൽ നശിക്കുമെന്നാണ് പറയുന്നത് ഭഗവാൻ. വലിയവൻ, തുല്യൻ, താണവൻ എന്ന തോന്നൽ തന്നെ അതോടുകൂടി ഇല്ലാതെയായിത്തീരും. തന്നെ നോക്കി പരിഹസിക്കുന്നവരെയും ശരീരാഭിമാനം കൊണ്ട് തോന്നുന്ന ലജ്ജയെയും അവഗണിച്ചുകൊണ്ട് കാണുന്ന സകല ജീവജാലങ്ങളെയും, നായ മുതൽ പശു, കഴുത എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും പരമാത്മസ്വരൂപേണ ഭാവന ചെയ്ത് വീണു വീണു നമസ്കരിക്കണം. എല്ലാ ജീവജാലങ്ങളെയും എപ്പോഴും പരമാത്മഭാവത്തിൽ ബോധിക്കാറായി തീരുന്നതുവരെ ശരീരവാങ് മനസ്സുകളിൽ പരമാത്മഭാവത്തിൽ ഇങ്ങനെ ഉപാസിക്കണം. ആഭരണങ്ങളെ സ്വർണമായി കാണുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ ആ ദൃഢത കൊണ്ട് എല്ലാത്തെയും ബ്രഹ്മമായി ബോധിക്കാറായാൽ സകല സംശയങ്ങളും നീങ്ങി കൃതാർത്ഥനായി തീരും. പിന്നെ സാധന അനുഷ്ഠാനത്തിൻ്റെ ആവശ്യമേ ഇല്ല. എല്ലാവിധ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിരമിച്ച് ബ്രഹ്മബോധം കൊണ്ട് നിർവൃതനായി ജീവിക്കാം. ശേഷം മനസ്സ്, വാക്ക്, ശരീരം ഇവ കൊണ്ട് എല്ലാ വസ്തുക്കളിലും എപ്പോഴും പരമാത്മഭാവത്തെ ബോധിക്കലാകുന്ന ഈ മാർഗമാണ് എല്ലാ അനുഷ്ഠാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്രകാരമുള്ള ഭാഗവത ധർമാനുഷ്ഠാനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സാധകൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം നശിക്കുന്നതിനാൽ ഇതിനെ ആചരിക്കുന്നവനൊരിക്കലും നാശമോ അധപതനമോ ഉണ്ടാവുന്നില്ല. ആഗ്രഹങ്ങൾ നീങ്ങും തോറും മനസ്സ് ഗുണഭാവങ്ങൾ അകന്ന് ശുദ്ധമായി തീരും. സ്വതവേ പ്രയോജനമൊന്നുമില്ലാത്ത ഭയം, ദുഃഖം മുതലായ വികാരങ്ങൾ പോലും ഈശ്വരന് സമർപ്പിക്കുകയാണെങ്കിൽ അവ ഭാഗവത ധർമ്മങ്ങളായി രൂപാന്തരപ്പെടും. ഈശ്വരനെ ഭയപ്പെടുക, ഈശ്വര ദർശനം കിട്ടാത്തതുകൊണ്ട് ദുഃഖിക്കുക, ഇങ്ങനെയാണ് ഭയം, ദുഃഖം മുതലായവയെ ഈശ്വരന് സമർപ്പിക്കേണ്ടത്. നശിക്കുന്ന ഈ ശരീരം കൊണ്ട് നാശരഹിതനായ ഭഗവാനെ പ്രാപിക്കുവാനുള്ള ഈ ഒരു അനുഷ്ഠാനമാണ് ബുദ്ധിമാന്മാരുടെ വിവേകത്തിൻ്റെയും സമർത്ഥന്മാരുടെ കഴിവിൻ്റെയും ഫലം. ഉദ്ധവ, ദേവന്മാർക്ക് പോലും അറിയാൻ പ്രയാസമായ വേദാന്തത്തിൻ്റെ ആ സാരസർവസ്വത്തെ മുഴുവൻ യഥോചിതം ചുരുക്കിയും വിസ്തരിച്ചും ഇതാ ഞാൻ അങ്ങേക്കായി ഉപദേശിച്ചു കഴിഞ്ഞു. ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സകലവിധ സംശയങ്ങളും തീർന്ന് സംസാര ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായി മുക്തനായി തീരാം. അതേപോലെ അങ്ങയുടെ ചോദ്യങ്ങളും അവയ്ക്കെല്ലാം ഞാൻ ഉപദേശിച്ച ഈ മറുപടിയും മനസ്സിലാക്കുന്നവൻ ശാശ്വതവും വേദത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുമായ പരബ്രഹ്മത്തെ അറിഞ്ഞ് പ്രാപിക്കും. എൻ്റെ ഭക്തന്മാർക്ക് ഈ ഉപദേശത്തെ പറഞ്ഞു കൊടുക്കുന്നവന് ഞാൻ ആത്മാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കും. മനഃശുദ്ധിയെ ഉണ്ടാക്കി തീർക്കുന്ന ഈ മഹത്തായ ഉപദേശത്തെ ദിവസേന ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നവർ, അതിനെ കേൾക്കുന്നവർക്ക് ജ്ഞാനദീപം കൊണ്ട് ഈശ്വരനായ എന്നെ കാണിച്ചു കൊടുക്കുന്നവരായതിനാൽ മനസ്സിൻ്റെ മാലിന്യം മുഴുവനും നശിച്ച് ശുദ്ധന്മാരായിത്തീരും. ഞാൻ അങ്ങേക്ക് ഉപദേശിച്ച ഈ ഒരു ഉപദേശത്തെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവർക്ക് പോലും എന്നിൽ ഉത്കൃഷ്ടമായ ഭക്തിയുണ്ടാവും. അവർ പിന്നെ കർമ്മബദ്ധരായി തീരില്ല. ഇത് ഭഗവാന്റെ വാക്കാണ്. അതേപോലെ ഭഗവാൻ വീണ്ടും ഉദ്ധവരോട് പറയുന്നുണ്ട്, ഞാൻ ഉപദേശിച്ചു തന്ന പ്രകാരം ബ്രഹ്മത്തെ അങ്ങേക്ക് തന്നിൽ താനായി ബോധിക്കുവാൻ കഴിഞ്ഞുവോ? ശരീരാഭിമാന സ്വരൂപേണ ദൃഢമായിരുന്ന അങ്ങയുടെ അവിവേകവും അതിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്ന ആ ദുഃഖവും നീങ്ങിയോ? ധാർമ്മികനായി അഭിനയിക്കുന്നവനും വേദവിശ്വാസമില്ലാത്തവനും വഞ്ചകനും കേൾക്കാൻ താല്പര്യമില്ലാത്തവനും ഭക്തിയും വിനയവും ഇല്ലാത്തവനും ഈ ഉപദേശം പറഞ്ഞു കൊടുക്കരുത്. അവർക്കിത് ഒരിക്കലും പ്രയോജനം ആവില്ല. ഈ വക ദോഷങ്ങൾ ഒന്നുമില്ലാത്തവനും ബ്രാഹ്മണ ഭക്തനും ശുദ്ധനും പ്രിയപ്പെട്ടവനുമായവന് ഇത് തീർച്ചയായും ഉപദേശിക്കുകയും വേണം. ഭക്തിയുള്ളവരാണെങ്കിൽ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും കൂടി ഉപദേശിക്കണം. അമൃതപാനം ചെയ്തവന് അതിനേക്കാൾ ഉത്കൃഷ്ടമായി മറ്റൊന്നുമില്ലാത്തതിനാൽ വേറെ പാനീയങ്ങളിൽ ആഗ്രഹം തോന്നാത്തതുമാതിരി
ഈ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊന്നും ഒരു ജ്ഞാസുവിന് അറിയേണ്ടതായിട്ടില്ല. ഈ ജ്ഞാനത്തിൽ മറ്റെല്ലാ അറിവുകളും ഉൾക്കൊണ്ടിട്ടുണ്ട് ഉദ്ധവ. അങ്ങേക്ക് വൈദിക കർമ്മങ്ങളെ കൊണ്ട് നേടാവുന്ന ധർമ്മം, കൃഷി, ഇനി കച്ചവടാദികൾ കൊണ്ടുണ്ടാകാവുന്ന അർത്ഥം, യോഗം കൊണ്ട് സമ്പാദിക്കാവുന്ന കാമം, അതായത് അഭീഷ്ടാനുഭവം, ആഗ്രഹ സാഫല്യം, അതിനെയാണ് ഈ കാമം എന്ന് പറയുന്നത്. ജ്ഞാനം കൊണ്ട് അനുഭവപ്പെടുന്നതായ മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളും എന്നെ ആശ്രയിച്ചതുകൊണ്ട് തന്നെ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അവയെ സമ്പാദിക്കുവാൻ അങ്ങ് പ്രത്യേകമായിട്ട് ഒന്നും പരിശ്രമിക്കേണ്ടതായിട്ടില്ല. സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സീശ്വരനായ എന്നിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവൻ ആത്മാവായ എന്നോട് ഏകീഭവിച്ച് അമൃതത്വത്തെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. ഈശ്വരപ്രാപ്തിക്ക് സുഖമാനുഷ്ഠാനമായ യോഗത്തെ ഇപ്രകാരം ഭഗവാന്റെ ഉപദേശരൂപേണ കേൾക്കുവാൻ കഴിഞ്ഞ ഉദ്ധവർക്ക് സന്തോഷാധിക്യത്താൽ തൊണ്ടയിടറി. കണ്ണുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. ഭക്തിയുടെ ആ ആവേശത്താൽ ഒന്നും പറയാൻ കഴിയാതെ വളരെ നേരം കൈകൂപ്പി തൊഴുതുകൊണ്ട് ഭഗവാന്റെ ആ തിരുമുൻപിൽ നിശ്ചലനായി നിന്നു ഉദ്ധവർ. ഭഗവാനോടുള്ള ആ സ്നേഹാധിക്യത്താൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പണിപ്പെട്ട് ധൈര്യം അവലംബിച്ചടക്കി ശിരസ് ഭഗവത്പാദാരവിന്ദങ്ങളിൽ മുട്ടിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തു ഉദ്ധവർ. എന്നിട്ട് എഴുന്നേറ്റു നിന്ന് 2 കൈകളും ശിരസിൽ വെച്ച് കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭഗവാനേ, അവിടുത്തെ അനുഗ്രഹത്താൽ എന്നിൽ നിന്നും അജ്ഞാനാന്ധകാരം ദൂരെ ദൂരെ അകന്നു പോയിരിക്കുന്നു. അഗ്നിയുടെ സമീപത്തിരിക്കുന്നവന് തണുപ്പും ഇരുട്ടും ഭയവും നീങ്ങുന്നത് പോലെ ജ്ഞാനസ്വരൂപനായ അവിടുത്തെ സാന്നിധ്യത്താൽ എൻ്റെ അജ്ഞാനം നശിച്ചതിൽ എന്താ ആശ്ചര്യമാണുള്ളത്. ഈ ദാസനായ എൻ്റെ അണഞ്ഞുപോയ ജ്ഞാനദീപത്തെ അങ്ങ് കൊളുത്തി തന്നു. ഇത്രയും കരുണാമയനായ അങ്ങയെ ഉപേക്ഷിച്ച് നന്ദിയുള്ള ആരെങ്കിലും നശ്വര വസ്തുക്കളെ ആശ്രയിക്കുമോ? സൃഷ്ടിയുടെ അഭിവൃദ്ധിക്കായി അങ്ങ് മായ കൊണ്ട് സ്നേഹപാശത്താൽ എന്നെ യാദവന്മാരോട് അവരെൻ്റെ സ്വന്തം ആളുകൾ എന്ന രൂപത്തിൽ ബന്ധിച്ചിരുന്നു. ഇപ്പോൾ അവിടുന്ന് ഉപദേശിച്ചരുളിയ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ആ സ്നേഹപാശത്തെ എനിക്ക് നിശേഷം മുറിച്ചു കളയുവാൻ കഴിഞ്ഞു. അവിടുത്തെ ആ ഉപദേശത്താൽ ഞാൻ ആത്മാവാണെന്നും ഞാനാകുന്ന സച്ചിദാനന്ദ സമുദ്രത്തിലെ തിരമാലകളാണ് യാദവന്മാരും ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുമെന്ന് എനിക്കിതാ ബോധ്യം വന്നിരിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് അന്യമായി തിരമാലകൾ ഇല്ലാത്തതുപോലെ ആത്മാവായ എന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ലാത്തതിനാൽ എനിക്ക് സ്നേഹിക്കേണ്ടതായിട്ട് യാതൊന്നും തന്നെയില്ല. മാത്രമല്ല, എനിക്കിനി അവിടത്തോട് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മഹായോഗിയായ ഭഗവാനെ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അവിടുത്തെ ആ പാതാരവിന്ദങ്ങളെ ഒരു നിമിഷം പോലും മറക്കാൻ ഇടവരാത്ത ഭക്തിയുണ്ടാകുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. അങ്ങനെയുള്ള നിഷ്കളങ്ക ഭക്തി കൊണ്ട് അവിടുന്ന് ഉപദേശാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ ജീവനിലും ആ ജീവനെ പരമാത്മാവിലും ലയിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഉദ്ധവരോട്, ഉദ്ധവ, അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബദരികാശ്രമത്തിലേക്ക് പോയിക്കൊള്ളൂ. ബദരിയിലൂടെ ഒഴുകുന്ന എൻ്റെ പാദതീർത്ഥമാവുന്ന ഗംഗയിൽ സ്നാനാചമനങ്ങൾ ചെയ്താൽ വളരെ വേഗത്തിൽ മനഃശുദ്ധിയുണ്ടാകും. അളകാനന്ദ എന്ന പ്രസിദ്ധമായ ഗംഗാ നദിയെ കണ്ടാൽ തന്നെ സകല പാപങ്ങളും നശിക്കുന്നു. അളകനന്ദ തീരത്ത് താമസിച്ച് തപസ് ചെയ്യൂ ഉദ്ധവ. മരവിരി വസ്ത്രമായി ധരിച്ചും ഫലമൂലങ്ങൾ മാത്രം ആഹരിച്ചും ശരീരസുഖത്തിൽ ആസക്തിയെ അകറ്റി ശീതോഷ്ണങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിച്ചുകൊണ്ട് ജീവിക്കൂ. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിത്താൻ ആത്മാവാണെന്നുള്ള അറിവാകുന്ന ആജ്ഞാനത്തെയും ആത്മാനുഭൂതിയാകുന്ന വിജ്ഞാനത്തെയും ദൃഢമാക്കി തീർക്കൂ. മനസ്സിലെ സത്വരജസ് തമോ ഗുണവാസനകളെയും അവ മൂലം സ്വീകരിക്കേണ്ടി വരാവുന്ന ദേവ മനുഷ്യ തിര്യക് ശരീരങ്ങളെയും ഉപേക്ഷിച്ച് അങ്ങേക്ക് പരമാത്മാവായ എന്നെ പ്രാപിച്ച് മുക്തനാകുവാൻ തീർച്ചയായും കഴിയുമെന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു. ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തപ്പോൾ ഉദ്ധവർ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ശിരസ് തൃക്കാൽക്കൽ മുട്ടിച്ചുകൊണ്ട് നമസ്കരിക്കുകയുണ്ടായി. ജ്ഞാനാനുഭൂതിയിൽ സുഖദുഃഖങ്ങൾക്ക് അതീതനായി തീർന്നിരുന്നുവെങ്കിലും ഭഗവാനെ വിട്ടുപിരിയേണ്ടി വന്നപ്പോൾ ദുഃഖം കൊണ്ട് ഒഴുകുന്ന ആ കണ്ണുനീർ പ്രവാഹത്തെ നിയന്ത്രിക്കുവാൻ ഉദ്ധവർക്ക് കഴിഞ്ഞില്ല.
ശരീരാഭിമാനം നീങ്ങിയതോടെ ലൗകിക സ്നേഹം മുഴുവൻ ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഭഗവാനോടുള്ള ആ സ്നേഹം എങ്ങനെയാണ് ഉപേക്ഷിക്കുവാൻ കഴിയുന്നത്? മാത്രമല്ല, ഉദ്ധവർക്ക് ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് അപ്പോഴുണ്ടായത്. ആ ഭഗവത് പാതാരവിന്ദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഉദ്ധവർ ഭഗവാന്റെ മെതിയടികളെ ശിരസിൽ എടുത്തു വെച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭാഗവതോത്തമനായ ഉദ്ധവർ ബദരീനാഥത്തിലേക്ക് പോവുകയും ലോകൈക ബന്ധുവായ ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് തപസ്സു ചെയ്ത് മനസ്സിലെ കർമ്മവാസനകളെ നിശേഷം നശിപ്പിച്ച് പരമാത്മ തത്വത്തോടുകൂടി ഏകീഭവിച്ച് മുക്തനായി തീരുകയും ചെയ്തു. യോഗീശ്വരന്മാർ സദാ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആ പാതാരവിന്ദങ്ങളോട് കൂടിയ ശ്രീകൃഷ്ണ ഭഗവാൻ ആനന്ദസമുദ്രത്തെ കടഞ്ഞെടുത്ത് ഉദ്ധവരെ പാനം ചെയ്യിപ്പിച്ചതായ ഉദ്ധവോപദേശമാകുന്ന ഈ ജ്ഞാനാമൃതത്തെ ശ്രദ്ധയോടുകൂടി സേവിക്കുന്നവർ സംസാര ഭയത്തിൽ നിന്ന് മുക്തരായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ പാലാഴി മദനം ചെയ്ത് അമൃതത്തെ ഉൽപ്പാദിപ്പിച്ച് ദേവന്മാരെ പാനം ചെയ്യിപ്പിച്ച് അവരുടെ ആ ജരാനരകളെ തീർത്തനുഗ്രഹിച്ച ആ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരപ്രാപ്തിക്കുള്ള അനുഷ്ഠാനങ്ങളെ പ്രതിപാദിക്കുന്ന വേദങ്ങളെ സാക്ഷാൽ ബ്രഹ്മദേവന് ഉപദേശിച്ചത്. വേദങ്ങളിൽ അടങ്ങിയ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സാരത്തെ വണ്ട് പുഷ്പങ്ങളിൽ നിന്ന് തേനെടുക്കുന്നത് പോലെ വേർതിരിച്ചെടുത്ത് ഉദ്ധവോപദേശ സ്വരൂപേണ ഈ ലോകത്തിനു നൽകി അനുഗ്രഹിച്ച ആ പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ പരീക്ഷിത്തെ എന്നു പറഞ്ഞുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി ഉദ്ധവോപദേശമാകുന്ന ഈ പ്രകരണത്തെ ഉപസംഹരിക്കുന്നത്. ഉദ്ധവോപദേശത്തിൻ്റെ ഒരു കണികയെങ്കിലും അനുഭവ സ്വരൂപമായി തീരാൻ ആ സർവേശ്വരൻ ഞങ്ങളിലും കാരുണ്യ കടാക്ഷത്തെ വർഷിക്കണേ മഹാപ്രഭോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ആ ശ്രീകൃഷ്ണ ചരണാരവിന്ദങ്ങളിൽ നമസ്കരിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.